ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കോർഡിനേറ്റ്സ് അഥവാ സൂചക സംഖ്യകൾ എന്ന പാഠഭാഗത്തിലെ 2020-2021 SSLC എക്സാമിനേഷനിൽ ചോദിച്ച ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ചർച്ച ചെയ്യുന്നത്. 2020 SSLC എക്സാമിനേഷനിൽ ചോദിച്ച ചോദ്യമാണ് ആദ്യം തന്നെ നോക്കാനായിട്ട് പോകുന്നത്. ഇൻ ദ ഫിഗർ ABCD is a square. Its diagonals are parallel to coordinate axis. AC equal to 6 centimeter and the coordinates of A is 3, 2. Write the coordinates of the vertices C, B and D. ചിത്രത്തിൽ ABCD ഒരു സമചതുരമാണ്. സമചതുരത്തിന്റെ വികർണങ്ങൾ അക്ഷങ്ങൾക്ക് സമാന്തരമാണ്. എയുടെ സൂചക സംഖ്യകൾ 3, 2 കൂടാതെ AC ഈക്വൽ ടു 6 സെന്റിമീറ്റർ എങ്കിൽ സി, ബി, ഡി എന്നീ മൂലകങ്ങളുടെ സൂചക സംഖ്യകൾ എഴുതുക. ഇവിടെ നമുക്ക് ABCD എന്നൊരു സമചതുരം തന്നിട്ടുണ്ട്. അതായത് AB, BC, CD, AD ഇവയുടെ നീളം തുല്യമായിരിക്കും. ഇനി ACയും BDയും ഈ സമചതുരത്തിന്റെ ഡയഗണൽസ് അഥവാ വികർണങ്ങളാണ്. ACയുടെ നീളം 6 സെന്റിമീറ്റർ ആണെങ്കിൽ BDയുടെ നീളവും എത്രയാണ്? 6 സെന്റിമീറ്റർ ആയിരിക്കും. അതുപോലെ AC എന്ന ലൈനിന് പാരലൽ അഥവാ സമാന്തരമായിട്ടാണ് എക്സ് ആക്സിസ് അഥവാ എക്സ് അക്ഷം പോകുന്നത്. അപ്പോൾ നമുക്കൊരു എക്സ് ആക്സിസിന്റെ അഥവാ എക്സ് അക്ഷത്തിന്റെ ഒരു ഇമാജിനറി ലൈൻ അഥവാ സാങ്കല്പിക വര വരയ്ക്കാം. അതുപോലെ BD എന്ന ഡയഗണൽ അഥവാ വികർണത്തിന് സമാന്തരമായിട്ടാണ് വൈ ആക്സിസ് അഥവാ വൈ അക്ഷം എന്നും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ഇമാജിനറി ആയിട്ടൊരു വൈ ആക്സിസ് അഥവാ ഒരു വൈ അക്ഷം വരയ്ക്കാം. ഇതാണ് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ് അഥവാ വൈ അക്ഷമാണ്. ഇനി ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് എ എന്ന പോയിന്റിന്റെ കോർഡിനേറ്റ് അഥവാ സൂചക സംഖ്യ ഏതാണ്? 3, 2 ആണ്. നമുക്കറിയാം ഒരു കോർഡിനേറ്റ്സ് അഥവാ സൂചക സംഖ്യ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ആ പോയിന്റ് എക്സ് ആക്സിസിൽ ഏത് സംഖ്യക്ക് സമാനമാണോ ആദ്യം അത് എഴുതുന്നു. അതിനുശേഷം ആ പോയിന്റ് വൈ ആക്സിസ് അഥവാ വൈ അക്ഷത്തിന് ഏത് സംഖ്യക്ക് സമാനമാണോ അത് എഴുതും. അങ്ങനെ എഴുതുന്നതിനെയാണ് നമുക്ക് കോർഡിനേറ്റ്സ് അഥവാ സൂചക സംഖ്യ എന്ന് പറയുന്നത്. ഇവിടെ എ എന്ന പോയിന്റിന്റെ സൂചക സംഖ്യ 3, 2 ആണെന്ന് തന്നിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? എ എന്ന് പറഞ്ഞ പോയിന്റ് എക്സ് ആക്സിസിൽ 3 യൂണിറ്റിന് സമാനമാണ്. 3. അതുപോലെ 3, 2 എന്നാണ്. അതിൽ നിന്ന് എന്താണ് അർത്ഥമാക്കുന്നത്? എ എന്ന് പറയുന്ന പോയിന്റ് വൈ ആക്സിസിൽ 2 എന്ന സംഖ്യക്ക് സമാനമാണ്. അതുപോലെ നമുക്ക് തന്നിട്ടുള്ള ഒരു കാര്യമാണ് AC എന്ന ഡയഗണൽ അഥവാ വികർണത്തിന്റെ നീളം 6 സെന്റിമീറ്റർ ആണ്. അതായത് ഈ നീളം 3 സെന്റിമീറ്റർ, ഈ നീളവും 3 സെന്റിമീറ്റർ. അതുപോലെ തന്നെ ഇതൊരു സമചതുരമായതുകൊണ്ട് AC എന്ന ഡയഗണലിന്റെയും BD എന്ന ഡയഗണലിന്റെയും നീളം തുല്യമായിരിക്കും. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ഇവിടെ എഴുതാണ് ഈ നീളം 3 സെന്റിമീറ്റർ, ഇവിടെ നിന്ന് ബിയിലേക്കുള്ള നീളവും 3 സെന്റിമീറ്റർ. ഇനി നമുക്ക് BCD എന്ന 3 പോയിന്റ്സുകളുടെയും കോർഡിനേറ്റ്സ് അഥവാ സൂചക സംഖ്യകൾ കണ്ടുപിടിക്കണം. ആദ്യം തന്നെ നമ്മൾ കണ്ടുപിടിക്കുന്നത് ബിന്റെയാണ്. അപ്പോൾ ആദ്യം ബി എന്ന് എഴുതുന്നു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം എഴുതേണ്ട നമ്പർ ഏതാണ്? ബി എന്ന പോയിന്റ് എക്സ് ആക്സിസിൽ അഥവാ എക്സ് അക്ഷത്തിൽ എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. അതായത് ഈ പോയിന്റ് കണ്ടുപിടിക്കണം. എങ്ങനെയാണ് കണ്ടുപിടിക്കാം? നമുക്കറിയാം എ എന്ന് പറയുന്ന പോയിന്റ് 3-ലാണ്. അതിനുശേഷം 3 സെന്റിമീറ്റർ അകലെയാണ് ബി എന്ന പോയിന്റ് വന്നിട്ടുള്ളത്. 1 സെന്റിമീറ്റർ, 2 സെന്റിമീറ്റർ, ഇതിന് 4, 5. ഇത് എത്രയാണ്? 3 സെന്റിമീറ്റർ ആണ്. അപ്പോൾ 3, 4, 5, 6. 6 എന്ന പോയിന്റിന് സമാനമായിട്ടാണ് ബി നിൽക്കുന്നത്. അപ്പൊ നമുക്ക് എക്സ് കോർഡിനേറ്റ് ആയിട്ട് എത്ര എഴുതാം? 6. ഇനി ബി വൈ ആക്സിസിൽ അഥവാ വൈ അക്ഷത്തിൽ എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. അതിനായിട്ട് നമ്മൾ ഇതാ വൈ ആക്സിസിലേക്ക് അഥവാ വൈ അക്ഷത്തിലേക്ക് ഒരു സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കുന്നു. ഈ പോയിന്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും എ എന്ന പോയിന്റിൽ നിന്നും 3 സെന്റിമീറ്റർ അകലെയാണ് ബി. 1, 2, 3. ഇതാണല്ലോ 3 സെന്റിമീറ്റർ. അതായത് 2ന്റെ അടിയിലായിട്ട് ഏത് വരും? 1. 1ന്റെ അടിയിലായിട്ട് 0. 0ത്തിന്റെ അടിയിലായിട്ട് -1. അതായത് ബി വൈ ആക്സിസിൽ അഥവാ വൈ അക്ഷത്തിൽ -1ന് സമാനമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ബിന്റെ കോർഡിനേറ്റ്സ് അഥവാ സൂചക സംഖ്യകൾ ഏതൊക്കെയാണ്? 6, -1. ഇനി അടുത്തതായി സിന്റെയാണ് കണ്ടുപിടിക്കുന്നത്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. ആദ്യം തന്നെ സി എക്സ് ആക്സിസിൽ അഥവാ എക്സ് അക്ഷത്തിൽ എവിടെയാണെന്ന് കണ്ടുപിടിക്കുന്നു.
നേരെ ഒരു അടിയിലേക്ക് ഒരു വര വരയ്ക്കുന്നു. ബിയിൽ നിന്ന് സിയിലേക്കുള്ള ദൂരം എത്രയാണ്? വീണ്ടും 3 സെന്റിമീറ്റർ ആണ്. 1 സെന്റിമീറ്റർ, 2 സെന്റിമീറ്റർ, 3 സെന്റിമീറ്റർ. ഇത് 7, 8, 9. അപ്പോൾ എക്സ് ആക്സിസിൽ അഥവാ എക്സ് അക്ഷത്തിൽ സി എവിടെയാണ്? 9 എന്ന സംഖ്യക്ക് സമാനമാണ്. ഇനി വൈ ആക്സിസിൽ എവിടെയാണ്? നേരെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എ എന്ന പോയിന്റിന് സമാനമായിട്ടാണ് സി എന്ന പോയിന്റ് നിൽക്കുന്നത്. എ വൈ ആക്സിസിൽ ഏത് കോർഡിനേറ്റ്സിലാണ്? 2 എന്ന സംഖ്യക്ക് സമാനമായിട്ടാണ്. അപ്പോൾ സിന്റെ വൈ കോർഡിനേറ്റ് ഏത് വരും? 2. അതായത് സിന്റെ കോർഡിനേറ്റ്സ് അഥവാ സൂചക സംഖ്യകൾ എത്രയൊക്കെയാണ്? 9, 2. ഇനി അടുത്തതായി ഡി എന്ന പോയിന്റിന്റെ സൂചക സംഖ്യകളാണ് കണ്ടുപിടിക്കുന്നത്. ആദ്യം തന്നെ ഡി എക്സ് ആക്സിസിൽ എവിടെയാണെന്ന് നേരെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഡി എന്ന പോയിന്റ് ബി എന്ന പോയിന്റിന് സമാനമായിട്ടാണ്. ബി എന്ന പോയിന്റ് എക്സ് ആക്സിസിൽ 6 എന്ന സംഖ്യക്ക് സമാനമാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഡി എക്സ് ആക്സിസിൽ 6 എന്ന സംഖ്യക്ക് സമാനമായിട്ടാണ്. അപ്പോൾ 6. ഇനി ഡി എന്ന പോയിന്റ് വൈ ആക്സിസിൽ എവിടെയാണെന്ന് കണ്ടുപിടിക്കണം, അഥവാ വൈ അക്ഷത്തിൽ അത് എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. നേരെ ലൈൻ വരച്ച് ഈ ഒരു പോയിന്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമുക്കറിയാം എ എന്ന പോയിന്റിൽ നിന്ന് 3 സെന്റിമീറ്റർ വിട്ടാണ് ഡി എന്ന പോയിന്റ് വരുന്നത്. അതായത് 1, 2, 3. 3 സെന്റിമീറ്റർ. ഇത് 2 ആണെങ്കിൽ ഇവിടെ എത്ര വരും? 3, 4, 5. അപ്പൊ 5 എന്ന സംഖ്യക്ക് സമാനമായിട്ടാണ് ഡി നിൽക്കുന്നത്. അപ്പോൾ ഡി യുടെ കോർഡിനേറ്റ്സ് അഥവാ സൂചക സംഖ്യകൾ ഏതൊക്കെയാണ്? 6, 5. ഇപ്പോൾ 3 പോയിന്റ്സ് ആയ ബി, സി, ഡി ഇവയുടെ കോർഡിനേറ്റ്സുകൾ ഏതൊക്കെയാണ്? ബിന്റെ 6 - 1, സിന്റെ 9, 2, ഡിന്റെ 6, 5. അടുത്ത ചോദ്യം, ഡ്രോ ദ കോർഡിനേറ്റ് ആക്സിസ് ആൻഡ് മാർക്ക് ദ പോയിന്റ്സ് എ -3, 0, ബി 3, 0 ആൻഡ് സി 0, 3 √3. എക്സ് വൈ അക്ഷങ്ങൾ വരച്ച് എ -3, 0, ബി 3, 0, സി 0, 3 √3 എന്നീ ബിന്ദുക്കൾ അടയാളപ്പെടുത്തുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എക്സ് ആൻഡ് വൈ ആക്സിസ് അഥവാ എക്സ് വൈ അക്ഷങ്ങൾ വരയ്ക്കണം. ഇനി എ, ബി, സി എന്നീ 3 പോയിന്റ്സുകൾ നമുക്ക് അടയാളപ്പെടുത്താം. അതിലെ ആദ്യത്തെ പോയിന്റ് എ എന്ന പോയിന്റ് ആണ്. -3, 0. എ -3, 0 എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? എ എന്ന പോയിന്റ് എക്സ് ആക്സിസ് അഥവാ എക്സ് അക്ഷത്തിൽ -3 സമാനവും വൈ ആക്സിസ് അഥവാ വൈ അക്ഷത്തിൽ 0 സമാനവുമാണ്. ഇവിടെ എക്സ് ആക്സിസ് ഇതാണ്. എക്സ് ആക്സിസിലെ -3 എവിടെയാണ് വരുന്നത്? ഇവിടെയാണ്. ഇനി വൈ ആക്സിസിലെ 0 എവിടെയാണ് വരുന്നത്? ഇവിടെയാണ്. ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്യുന്ന സ്ഥലം ഏതാണ്? ഇവിടെയാണ്. അപ്പോൾ എ എന്ന് പറയുന്ന പോയിന്റ് ഇവിടെയാണ്. അടുത്തതായി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ബി എന്ന പോയിന്റ് ആണ്. ബിയുടെ കോർഡിനേറ്റ്സ് അഥവാ സൂചക സംഖ്യകൾ ഏതൊക്കെയാണ്? 3, 0. അതായത് ബി എന്ന പോയിന്റ് എക്സ് ആക്സിസിൽ അഥവാ എക്സ് അക്ഷത്തിൽ 3-ലും വൈ ആക്സിസ് അഥവാ വൈ അക്ഷത്തിൽ 0 സമാനവുമാണ്. ഇവിടെ എക്സ് ആക്സിസിൽ 3 ഏതാണ്? ഇവിടെയാണ്. എക്സ് ആക്സിസ് വൈ ആക്സിസിലെ 0 ഇവിടെയാണ്. 0-ഉം 3-ഉം കൂടി ചേരുന്ന സ്ഥലം ഇവിടെയാണ്. അതായത് ബി എന്ന പോയിന്റ് ഇവിടെയാണ് മാർക്ക് ചെയ്യേണ്ടത്. അടുത്തതായി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സി എന്ന പോയിന്റ് ആണ്. സിന്റെ കോർഡിനേറ്റ്സ് അഥവാ സൂചക സംഖ്യകൾ ഏതൊക്കെയാണ്? 0-യും 3 √3-യും. അതായത് സി എന്ന പോയിന്റ് എക്സ് ആക്സിസിൽ 0-യിലും വൈ ആക്സിസിൽ 3 √3-യിലുമാണ്. എക്സ് ആക്സിസിൽ 0 എവിടെയാണ്? ഇവിടെയാണ്. വൈ ആക്സിസിലെ 3 √3 എന്ന് പറയുന്നത് ഈ ലൈനിൽ എവിടെയോ ആയിട്ടാണ് സി വരുന്നത്. അപ്പോ നമുക്ക് 3 √3 എത്രയാണെന്ന് അറിയാത്തത് കൊണ്ട് 3 √3 ഇതിൽ അടയാളപ്പെടുത്താനായിട്ട് സാധിക്കില്ല. നമുക്ക് എങ്ങനെയാണ് 3 √3യുടെ അളവ് കണ്ടുപിടിക്കുക? സപ്പോസ് 3 √c എന്ന പോയിന്റ് ഇവിടെയാണ് വരുന്നതെന്ന് വെക്കുക. അങ്ങനെയാണ് നമുക്ക് ഈ സിയിൽ നിന്നും എയിലേക്കോ അല്ലെങ്കിൽ ബിയിലേക്കോ ഇങ്ങനെ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ എ സി ഒറിജിനെ നമുക്ക് O കൊണ്ട് സൂചിപ്പിക്കുകയാണെങ്കിൽ ACO എന്നതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അഥവാ മട്ട ത്രികോണമായില്ലേ? അതിനെ നമുക്ക് ഇങ്ങോട്ട് മാറ്റി വരയ്ക്കുകയാണെങ്കിൽ ഈ പോയിന്റ് A ആണ്, ഇത് C എന്ന പോയിന്റ് ആണ്, ഇത് O ആണ്. എയും ഓയും തമ്മിലുള്ള ഡിസ്റ്റൻസ് അഥവാ അകലം എത്രയാണ്? 1, 2, 3 യൂണിറ്റ് ആണ്. ഇനി നമുക്കറിയാം ഒറിജിനിൽ നിന്ന് സിയിലേക്കുള്ള ദൂരം 3 √3 ആണ്. അപ്പൊ നമ്മൾ
ഇവിടെ 3√3 എന്ന് എഴുതി. ഇനി AC എന്ന ലൈനിന്റെ നീളം കണ്ടുപിടിക്കുകയാണെങ്കിൽ എയിൽ നിന്ന് സിയിലേക്ക് നമുക്ക് ആ നീളത്തിൽ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 3√3 എന്ന വാല്യൂ അഥവാ അകലം കിട്ടും. അപ്പൊ നമുക്ക് AC കണ്ടുപിടിക്കണം. ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അഥവാ ഒരു മട്ട ത്രികോണത്തിന്റെ 3 വശങ്ങളുടെയും പ്രത്യേകത എന്താണ്? പൈതഗോറസ് തിയറം വെച്ച് A² + B² = C² ആണ്. C² എന്ന് പറയുന്നത് ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണത്തിന്റെ സ്ക്വയർ ആണ്. ഇവിടെ ഒരു സൈഡ് 3 ആണ്, അപ്പോൾ A 3 എന്നിട്ടു. രണ്ടാമത്തെ സൈഡ് 3√3 ആണ്, അപ്പോൾ അത് B. AC എന്ന ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണം എന്നത് C കൊണ്ട് സൂചിപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ C കാണാനുള്ള ഇക്വേഷൻ എന്താ? C = √A² + B² =√A² എന്ന് പറയുന്നത് 3ന്റെ സ്ക്വയർ പ്ലസ് B² എന്ന് പറയുന്നത് 3√3² =3ന്റെ സ്ക്വയർ എത്രയാണ്? 9 പ്ലസ് ഇനി 3√3², 3ന്റെ സ്ക്വയർ 9 ആണ്. √3ന്റെ സ്ക്വയർ എത്രയാണ്? 3 തന്നെ. =√9 + 9 × 3 എത്രയാണ്? 27. 27ഉം 9ഉം കൂട്ടിക്കഴിഞ്ഞാൽ √36. 36ന്റെ റൂട്ട് എത്രയാണ്? 6. അതായത് AC എന്ന ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണത്തിന്റെ നീളം എത്രയാണ്? 6 യൂണിറ്റ് ആണ്. ഇവിടെ നമുക്കിപ്പോ 3 സൈഡും കിട്ടിയിട്ടുണ്ട്. AO 3 യൂണിറ്റ് ആണ്. Oയിൽ നിന്ന് സിയിലേക്ക് 3√3 യൂണിറ്റ് ആണ്. Aയിൽ നിന്ന് സിയിലേക്കുള്ള ദൂരം 6 യൂണിറ്റ് ആണ്. ഒരു കോമ്പസ് എടുത്ത് അതിൽ കറക്റ്റ് 6 സെന്റിമീറ്റർ അളന്നതിന് ശേഷം അതിന്റെ പോയിന്റ് Aയിൽ വെച്ചുകൊണ്ട് ഇവിടേക്ക് ഒരു മാർക്ക് ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ആയിട്ടാണ് മാർക്ക് വരിക. അതായത് Aയിൽ നിന്ന് ഈ മാർക്കിലേക്കുള്ള ദൂരം എത്രയാണ്? 6 സെന്റിമീറ്റർ ആണ്. Aയിൽ നിന്ന് Oയിലേക്കുള്ള ദൂരം 3 യൂണിറ്റ് ആണ്. അങ്ങനെ വരുമ്പോൾ Oയിൽ നിന്ന് ഈ പോയിന്റിലേക്ക് എത്രയായിരിക്കും ദൂരം വരുന്നത്? 3√3 യൂണിറ്റ് ആയിരിക്കും. അതായത് C എന്ന പോയിന്റ് ഇവിടെ ആയിട്ടാണ് വരിക. C 0 3√3. (2021) SSLC എക്സാമിനേഷനിൽ ചോദിച്ച ചോദ്യമാണ് അടുത്തതായി നോക്കാനായിട്ട് പോകുന്നത്. Which among the following is a point on the x-axis? ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് x അക്ഷത്തിലെ ബിന്ദു എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് 2, 0, 0, 2, 1, 1, 3, 4. നമുക്ക് ജസ്റ്റ് ഒരു ഇമാജിനറി ആയിട്ട് x ആൻഡ് y ആക്സിസ് വരയ്ക്കാം. ഇത് y ആക്സിസ്, ഇത് x ആക്സിസ്. 1, 2, 3, 4. അതുപോലെ തന്നെ y ആക്സിസിലും 1, 2, 3, 4. ഇനി ആദ്യത്തെ പോയിന്റ് ഏതാണ്? 2, 0. അതായത് ആ പോയിന്റിൽ x ആക്സിസിൽ 2ന് സമാനവും y ആക്സിസിൽ 0ന് സമാനവുമാണ്. x ആക്സിസിൽ 2 എവിടെയാണ്? ഇവിടെയാണ്. ഇനി y ആക്സിസിലെ 0 എവിടെയാണ്? ഇവിടെയാണ്. അത് രണ്ടും ജോയിൻ ചെയ്യുന്ന സ്ഥലം ഇവിടെയാണ്. അപ്പൊ ഇതാണ് 2, 0. ഇനി അടുത്ത പോയിന്റ് ഏതാണ്? 0, 2. അതായത് x ആക്സിസിൽ അത് 0ന് സമാനവും x ആക്സിസിലെ 0 ഇവിടെയാണ്. y ആക്സിസിൽ അത് 2ന് സമാനവുമാണ്. അതായത് ഇവിടെയാണ് ആ പോയിന്റ് വരുന്നത്. 0, 2. അടുത്തത് എന്താണ്? 1, 1. അതായത് x ആക്സിസിൽ അത് 1ന് സമാനവും y ആക്സിസിലും അത് 1ന് സമാനവും. അതായത് 1ഉം 1ഉം മീറ്റ് ചെയ്യുന്ന സ്ഥലം ഇവിടെയാണ്. നാലാമത്തെ പോയിന്റോ 3, 4. അതായത് x ആക്സിസിൽ അത് 3ന് സമാനവും ഇനി y ആക്സിസിൽ അത് 4ന് സമാനവുമാണ്. 3, 4. ഇങ്ങനെയാണ് ഇവിടെ നമുക്ക് തന്നിട്ടുള്ള 4 പോയിന്റ്സുകളും വരുന്നത്. ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് ഇതിൽ ഏതാണ് x ആക്സിസിൽ അഥവാ x അക്ഷത്തിൽ വരുന്ന ബിന്ദു. നമുക്കറിയാം ഇതാണ് y ആക്സിസ് അഥവാ y അക്ഷം, ഇതാണ് x ആക്സിസ് അഥവാ x അക്ഷം എന്ന് പറയുന്നത്. ഇവിടെ x ആക്സിസിൽ വന്ന പോയിന്റ് ഏതാണ്? 2, 0. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് 2, 0 ആണ്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഒരു പോയിന്റ്സ് തന്നു കഴിഞ്ഞാൽ അതിലെ x ആക്സിസ് എന്നതൊരു നമ്പറും y ആക്സിസിൽ 0വുമാണെങ്കിൽ അത് x ആക്സിസിലായിരിക്കും സ്ഥിതി ചെയ്യുന്നത്. ഇനി x കോർഡിനേറ്റ് 0വും
y കോർഡിനേറ്റ് ഒരു നമ്പറുമാണെങ്കിൽ ആ പോയിന്റ് y ആക്സിസ് അഥവാ y അക്ഷത്തിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. ഇങ്ങനെ ഈസി ആയിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ എക്സ് കോർഡിനേറ്റ് ഒരു നമ്പറാണ്, y കോർഡിനേറ്റ് 0ആണ്. അതുകൊണ്ട് ഇത് എക്സ് ആക്സിസിലാണെന്ന് നമുക്ക് പറയാം. ഇവിടെയോ എക്സ് കോർഡിനേറ്റ് 0ഉം y കോർഡിനേറ്റ് ഒരു നമ്പറുമാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇത് y ആക്സിസിലാണ്. ഇങ്ങനെ ഈസി ആയിട്ടും ഇത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അടുത്ത ചോദ്യം. ഇൻ ദ ഫിഗർ എ ബി ആൻഡ് സി ഡി ആർ ഡയമീറ്റേഴ്സ് ഓഫ് ദ സർക്കിൾ. കോർഡിനേറ്റ്സ് ഓഫ് ബി ഈസ് 3, 0. റൈറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് ഒ ആൻഡ് സി. ചിത്രത്തിൽ എ ബി സി ഡി എന്നിവ വൃത്തത്തിന്റെ വ്യാസങ്ങളാണ്. ബിയുടെ സൂചക സംഖ്യകൾ 3, 0 ആണ്. ഒ, സി എന്നീ ബിന്ദുക്കളുടെ സൂചക സംഖ്യകൾ എഴുതുക. ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ബിയുടെ കോർഡിനേറ്റ് അഥവാ സൂചക സംഖ്യ എത്രയാണ്? 3, 0ആണ്. എന്താണ് ഇതിന്റെ അർത്ഥം? ബി എന്ന പോയിന്റ് എക്സ് ആക്സിസിൽ 3ന് സമാനവും y ആക്സിസിൽ 0ന് സമാനവുമാണ്. അതായത് ഈ നീളം എന്നത് 3 യൂണിറ്റ് ആണ്. അതുപോലെ നമുക്ക് തന്നിട്ടുണ്ട് എ ബിയും സി ഡിയും ഈ വൃത്തത്തിന്റെ വ്യാസമാണ്. അതായത് ഒയിൽ നിന്ന് സിയിലേക്കും ഒയിൽ നിന്ന് എയിലേക്കും ഒയിൽ നിന്ന് ഡിയിലേക്കും ഒയിൽ നിന്ന് ബിയിലേക്കുമുള്ള ദൂരം സെയിം ആയിരിക്കും. അപ്പൊ ഒയിൽ നിന്ന് സിയിലേക്ക് 3, ഒയിൽ നിന്ന് എയിലേക്ക് 3 യൂണിറ്റ്, ഒയിൽ നിന്ന് ഡിയിലേക്കും 3 യൂണിറ്റ് ആണ്. ഇനി ആദ്യം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കോർഡിനേറ്റ്സ് ഓഫ് ഒയാണ്. ഒയുടെ കോർഡിനേറ്റ്, അതായത് വൃത്തത്തിന്റെ സെന്റർ ആണിത്. അതുപോലെ എക്സ് ആൻഡ് വൈ ആക്സിസ് അഥവാ എക്സ് വൈ അക്ഷങ്ങളുടെ ഒറിജിൻ അഥവാ ആധാര ബിന്ദുവാണ് ഒ എന്ന് പറയുന്നത്. നമുക്കറിയാം എക്സും വൈയും മീറ്റ് ചെയ്യുന്ന സ്ഥലത്ത് കോർഡിനേറ്റ്സ് അഥവാ സൂചക സംഖ്യകൾ ഏതൊക്കെയാണ്? അവിടെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും 0 ആയിരിക്കും. അപ്പോൾ ഒ എന്ന പോയിന്റിന്റെ കോർഡിനേറ്റ്സ് അഥവാ സൂചക സംഖ്യകൾ 0, 0 ആണ്. അടുത്തതായി സി എന്ന പോയിന്റിന്റെ കോർഡിനേറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഈ പോയിന്റ് എക്സ് ആക്സിസിൽ എവിടെയാണ്, അതുപോലെ വൈ ആക്സിസിൽ എവിടെയാണ്. നമുക്ക് നേരെ നോക്കിയാൽ മനസ്സിലാവും സി എന്ന പോയിന്റ് എക്സ് ആക്സിസിൽ എവിടെയായിട്ടാണ് വരുന്നത്? എക്സ് ആക്സിസിൽ 0ന് സമാനമാണ്. അപ്പോൾ നമ്മൾ 0 എന്ന് എഴുതി. ഇനി സി എന്ന പോയിന്റ് വൈ ആക്സിസിൽ ഏത് നമ്പറിലാണ്? നമുക്കറിയാം ഒയിൽ നിന്ന് സിയിലേക്കുള്ള ദൂരം 3 യൂണിറ്റ് ആണ്. അപ്പോൾ സി എന്ന് പറയുന്ന പോയിന്റ് വൈ ആക്സിസ് അഥവാ വൈ അക്ഷത്തിൽ എവിടെയാണ്? 3ലാണ്. അപ്പോൾ സിന്റെ കോർഡിനേറ്റ്സ് ഏതൊക്കെയാണ് അഥവാ സൂചക സംഖ്യകൾ? 0, 3 ആണ്. അടുത്ത ചോദ്യം. എ ബി സി ഡി ഇസ് എ സ്ക്വയർ. കോർഡിനേറ്റ്സ് ഓഫ് എ ആർ 1, -5. Diagonals of the square intersect at P10. Write the coordinates of B, C and D. എ ബി സി ഡി ഒരു സമചതുരമാണ്. എയുടെ സൂചക സംഖ്യകൾ 1, -5 ആണ്. സമചതുരത്തിന്റെ വികർണങ്ങൾ P1, 0 എന്ന ബിന്ദുവിൽ കൂട്ടിമുട്ടുന്നു. ബി, സി, ഡി ഇവയുടെ സൂചക സംഖ്യകൾ എഴുതുക. ആദ്യം തന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ നമുക്ക് എക്സ് ആക്സിസ് തന്നിട്ടുണ്ട്, എന്നിട്ട് എക്സ് എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഈ വര വൈ ആക്സിസ് അഥവാ വൈ അക്ഷമാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കും. പക്ഷെ ഇത് വൈ ആക്സിസ് അല്ല, കാരണം ഇവിടെ വൈ എന്ന് അടയാളപ്പെടുത്തിയിട്ടില്ല. എക്സും വൈയും ആക്സിസുകളാണെങ്കിൽ നിർബന്ധമായും എക്സ് വൈ എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. എക്സും വൈയും ആക്സിസ് കൂട്ടിമുട്ടുന്ന സ്ഥലം ആധാര ബിന്ദു അഥവാ ഒറിജിൻ ആണെന്ന് നമുക്കറിയാം. അവിടെ കോർഡിനേറ്റ്സ് 0, 0 ആണ്. ഇവിടുത്തെ കോർഡിനേറ്റ്സ് ഏതാണ്? 1, 0 ആണ്. അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇത് വൈ ആക്സിസ് അഥവാ വൈ അക്ഷം അല്ല. ഇനി ചോദ്യത്തിലേക്ക് കടക്കാം. എ ബി സി ഡി ഒരു സ്ക്വയർ ആണ്. എയുടെ കോർഡിനേറ്റ് അഥവാ സൂചക സംഖ്യ 1, -5 ആണ്. ഈ സ്ക്വയർ അഥവാ സമചതുരത്തിന്റെ ഡയഗണൽസ് അഥവാ വികർണങ്ങൾ കൂട്ടിമുട്ടുന്ന സ്ഥലമാണ് പി. അത് എത്രയാണ്? 1, 0 ആണ്. ഇനി നമുക്ക് ബി, സി, ഡി എന്നിവയുടെ കോർഡിനേറ്റ്സ് അഥവാ സൂചക സംഖ്യകൾ കണ്ടുപിടിക്കണം. ഇതിന് ഉത്തരം എഴുതാനുള്ള ഏറ്റവും ഈസി വേ എന്ന് പറയുന്നത് എക്സ് വൈ ആക്സിസ് വരച്ച് എ ബി സി ഡി എന്ന ഈ സ്ക്വയർ അതിൽ അടയാളപ്പെടുത്തിയതിനു ശേഷം ബി, സി, ഡി എന്നിവയുടെ കോർഡിനേറ്റ്സ് അഥവാ സൂചക സംഖ്യകൾ കണ്ടുപിടിക്കുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു എക്സ് ആൻഡ് വൈ ആക്സിസ് അഥവാ അക്ഷം വരയ്ക്കാം. ഇനി നമുക്ക് തന്നിട്ടുള്ള പോയിന്റ്സുകൾ ഒന്ന് അടയാളപ്പെടുത്താം. ആദ്യത്തെ പോയിന്റ് ഏതാ? P10.
ഇവിടെ P10 എന്ന പോയിന്റ് എവിടെയാണ് വരിക? P എന്ന പോയിന്റ് എക്സ് ആക്സിസിൽ അഥവാ എക്സ് അക്ഷത്തിൽ 1 സമാനവും വൈ ആക്സിസ് അഥവാ വൈ അക്ഷത്തിൽ 0 സമാനവുമാണ്. അതായത് എക്സ് ആക്സിസിൽ 1 എവിടെയാണ്? ഇവിടെയാണ്. വൈ ആക്സിസിലെ 0 ഇവിടെയാണ്. അതായത് P എന്ന പോയിന്റ് എവിടെയാണ് വരുന്നത്? ഇവിടെയാണ് വരുന്നത്. അടുത്തതായി നമുക്ക് തന്നിട്ടുള്ള കോർഡിനേറ്റ്സ് അഥവാ സൂചക സംഖ്യ ഏതാണ്? Aന്റെയാണ്. 1 - 5. അതായത് എക്സ് ആക്സിസിൽ അത് 1 സമാനവും അതുപോലെ വൈ ആക്സിസിൽ അത് -5 സമാനവുമാണ്. അപ്പൊ 1ഉം -5ഉം മീറ്റ് ചെയ്യുന്ന സ്ഥലം ഏതാണ്? ഈ പോയിന്റ് ആണ്. ഇതാണ് നമ്മുടെ എയുടെ പോയിന്റ്. പിയിൽ നിന്ന് എയിലേക്ക് നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. ഇനി പിയിൽ നിന്ന് എയിലേക്കുള്ള ഡിസ്റ്റൻസ് അഥവാ അകലം എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ നമുക്ക് എത്രയാ? 1, 2, 3, 4, 5 യൂണിറ്റ് ആണ് പിയിൽ നിന്ന് എയിലേക്കുള്ള ദൂരം. നമുക്കറിയാം ABCD ഒരു സമചതുരമാണ്. പിയിൽ നിന്ന് എയിലേക്ക് 5 യൂണിറ്റ് ആണെങ്കിൽ പിയിൽ നിന്ന് ബിയിലേക്കും പിയിൽ നിന്ന് സിയിലേക്കും പിയിൽ നിന്ന് ഡിയിലേക്കും 5 യൂണിറ്റ് വീതമായിരിക്കും അകലം. അപ്പോൾ നമ്മൾ പിയിൽ നിന്ന് ബിയിലേക്ക് 5 യൂണിറ്റ് അടയാളപ്പെടുത്താണ്. 1, 2, 3, 4, 5 ഇവിടെയായിട്ടാണ് ബി വരുന്നത്. ഇനി പിയിൽ നിന്ന് സിയിലേക്കും 5 യൂണിറ്റ് ആണ്. 1, 2, 3, 4, 5 ഇവിടെയാണ് സി വരുന്നത്. ഇനി പിയിൽ നിന്ന് ഡിയിലേക്കും 5 യൂണിറ്റ് ആണ്. 1, 2, 3, 4, 5 ഇവിടെയാണ് ഡി വരുന്നത്. ഇനി ഈ പോയിന്റ്സ് എല്ലാം കൂട്ടിയോജിപ്പിച്ച് നമുക്ക് ഇതുപോലെ ഒരു സ്ക്വയർ അഥവാ സമചതുരം ഉണ്ടാക്കാം. ഇതാണ് ABCD എന്ന നമ്മുടെ സമചതുരം. ഇനി നമുക്ക് BCD എന്നിവയുടെ കോർഡിനേറ്റ്സ് അഥവാ സൂചക സംഖ്യകൾ ഈസി ആയിട്ട് എഴുതാം. ആദ്യം തന്നെ ബിയുടെ എങ്ങനെയാണ് സൂചക സംഖ്യകൾ എഴുതുക? ആ പോയിന്റ് എക്സ് ആക്സിസിൽ എവിടെയാണ് എന്ന് ആദ്യം എഴുതുന്നു. അതിനുശേഷം വൈ ആക്സിസിൽ എവിടെയാണെന്ന് എഴുതും. ഇവിടെ ബി എന്ന പോയിന്റ് എക്സ് ആക്സിസിൽ എവിടെയാണ്? 6ലാണ്. ഇനി വൈ ആക്സിസിലോ 0 സമാനമാണ്. അപ്പോൾ ബി എന്ന പോയിന്റ് 6, 0. ഇനി സി എന്ന പോയിന്റ് എക്സ് ആക്സിസിൽ എവിടെയാണ്? 1 എന്ന സംഖ്യക്ക് സമാനമാണ്. അപ്പോൾ 1. ഇനി വൈ ആക്സിസിലോ 5 സമാനമാണ്. അപ്പൊ സിന്റെ പോയിന്റ്സ് അഥവാ കോർഡിനേറ്റ്സ് എത്രയാണ്? 1ഉം 5ഉമാണ്. ഇനി ഡി എന്ന സംഖ്യ എക്സ് ആക്സിസിൽ എവിടെയാണ്? -4ലാണ്. ഇനി വൈ ആക്സിസിലോ 0 സമാനമാണ്. അപ്പോൾ ഡിയുടെ കോർഡിനേറ്റ് -4, 0. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ബി എന്നതിന്റെ കോർഡിനേറ്റ് അഥവാ സൂചക സംഖ്യ 6, 0. സി എന്ന കോർഡിനേറ്റ് അഥവാ സൂചക സംഖ്യ 1, 5. ഡി എന്ന പോയിന്റിന്റെ കോർഡിനേറ്റ് അഥവാ സൂചക സംഖ്യ -4, 0 എന്നിങ്ങനെയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോയിൽ 2022, 2023 വർഷങ്ങളിൽ കോർഡിനേറ്റ്സ് അഥവാ സൂചക സംഖ്യകൾ എന്ന പാഠഭാഗത്തിൽ നിന്നും SSLC എക്സാമിനേഷനിൽ വന്ന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ചർച്ച ചെയ്യുന്നതാണ്. താങ്ക്